കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രതിഷേധം വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞു. രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച വേതനമാണ് തങ്ങൾ നൽകുന്നതെന്ന് ഇടതുപക്ഷ സർക്കാർ പറയുമ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഇത് സർക്കാരിന്റെ പരാജയമായി കാണുന്നു. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? ഈ പ്രതിഷേധം വെറുമൊരു രാഷ്ട്രീയ നാടകമാണോ? അതോ ആശാവർക്കർമാരുടെ വേതന വർധനവ് എന്നത് പരിഗണിക്കേണ്ടുന്ന ഗൗരവകരമായ ഒരു കാര്യമാണോ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. എല്ലാവർക്കും മലയാളി സ്ട്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാതൃകാപരമായ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് പേരുകേട്ട നാടാണ് കേരളം. ഈ വിജയത്തിന് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശാ വർക്കേഴ്സിനോടാണ്. അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം കേരളത്തിലെ ഓരോ വീടുകളിലും വൈദ്യസഹായം ലഭിക്കുന്നത് ഉറപ്പാക്കുന്നു. അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിന്റെ നട്ടെല്ലായ ആശാ വർക്കർമാർ നീണ്ട 23 ദിവസങ്ങളായി കടുത്ത പ്രതിഷേധത്തിലും പണിമുടക്കിലുമാണ്. നിയമസഭയിൽ ഉൾപ്പെടെ ചൂടുപിടിച്ച ചർച്ചയാവുന്ന ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ആശാ സ്കീം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന ഒരു ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ആണ്. 2005 ഇത് ആരംഭിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ആശാ തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത ശമ്പളം ലഭിക്കുന്നില്ല എന്നതാണ്. ഇവരുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഓണറേറിയവും ഇൻസെന്റീവ്സും വഴിയാണ് ആശാ വർക്കർമാർക്ക് വരുമാനം ലഭിക്കുന്നത്. ഇതൊരു സെൻട്രൽ സ്കീം ആയതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലുടനീളം വ്യത്യസ്ത വേതനമായിരിക്കും ഇവർക്ക് ലഭിക്കുക. നമുക്ക് കേരളത്തിൽ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ശമ്പള ഘടന ഒന്ന് പരിശോധിക്കാം. ആശാ വർക്കർമാർക്ക് നിലവിൽ ലഭിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് പരമാവധി 13,200 രൂപയാണ്. ഈ 13,200-ൽ 7,000 രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഫിക്സഡ് ആയിട്ടുള്ള ഓണറേറിയം എന്ന് പറയുന്നത്. ഇതാണ് മാർച്ച് 1 ആന്ധ്രാപ്രദേശ് സർക്കാർ 10,000 രൂപയിലേക്ക് ഉയർത്തിയത്. കേരള സർക്കാർ കൊടുക്കുന്ന ഈ 7,000 രൂപയാണ് 21,000 രൂപയായിട്ട് ഉയർത്തണമെന്ന് ആശാ വർക്കേഴ്സ് പറയുന്നത്. ഇത് കൂടാതെ 3,000 രൂപയുടെ ഒരു ഫിക്സഡ് ഇൻസെന്റീവ് കൂടിയുണ്ട്. 60-40 സ്പ്ലിറ്റിലാണ് ഈ ഇൻസെന്റീവ് നൽകുന്നത്. ഈ ഫിക്സഡ് ഇൻസെന്റീവ് വഴി ലഭിക്കുന്ന 3,000 രൂപയിൽ 1,800 രൂപ കേന്ദ്രവും 1,200 രൂപ സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. ഇതിനു പുറമെ വിവിധ സേവനങ്ങൾക്കായി 3,000 രൂപയും ഫോൺ അലവൻസിനായി 200 രൂപയും നൽകുന്നു. ഇതാണ് ആകെ മൊത്തം 13,200 രൂപയുടെ കണക്ക്. ഈ 13,200 രൂപയിൽ കേരള സ്റ്റേറ്റ് ഫിക്സഡ് ഓണറേറിയത്തിന്റെ ഭാഗമായിട്ടുള്ള 7,000 രൂപ, ഇൻസെന്റീവിന്റെ ഭാഗമായിട്ടുള്ള 1,200 രൂപ, വിവിധ സേവനങ്ങൾക്കായി നൽകുന്ന 3,000 രൂപയുടെ ഒരു നിശ്ചിത ശതമാനം, പിന്നെ ഫോൺ അലവൻസിനായി നൽകുന്ന 200 രൂപ ഉൾപ്പെടെ ടോട്ടൽ 9,500 രൂപയും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രം കൊടുക്കുന്നത് ആകെ 1,800 രൂപ മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ കേന്ദ്രം നൽകേണ്ടതായ ഫിക്സഡ് ഇൻസെന്റീവിന്റെ 1,800 രൂപ പോലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലഭിക്കുന്നില്ല എന്നും 100 കോടി രൂപയോളം ഇതിനായി കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ ഇവിടെ ആശാ വർക്കർമാർ പറയുന്നത് സംസ്ഥാനത്തു നിന്നും തരുന്ന ഫിക്സഡ് ഓണറേറിയം 7,000 രൂപയിൽ നിന്നും 21,000 രൂപയായി ഉയർത്തണമെന്നാണ്. ഇങ്ങനെ പറയാൻ കാരണം സ്റ്റേറ്റ് തരുന്ന 7,000 രൂപ ഫിക്സഡ് ഓണറേറിയത്തിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് ഭൂരിഭാഗം ആശാ വർക്കേഴ്സും. അങ്ങനെ വരുമ്പോൾ പ്രതിദിനം 232 രൂപയ്ക്കാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഈ 232 രൂപയിൽ നിന്നും തങ്ങളുടെ ശമ്പളം സംസ്ഥാനത്തിന്റെ മിനിമം വരുമാനമായ 700 രൂപയിലേക്ക് ഉയർത്തണമെന്നതാണ് ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിനു മുമ്പും ആശാ വർക്കർമാരുടെ കുറഞ്ഞ വേതനത്തെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശാ സ്കീം തുടങ്ങുമ്പോൾ 500 രൂപ മാത്രമായിരുന്നു ശമ്പളം. പിന്നീട് അത് 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ വരുമ്പോൾ 1,000 രൂപയായിരുന്നു സംസ്ഥാനത്ത് ഒരു ആശാ വർക്കറിന് ലഭിച്ചുകൊണ്ടിരുന്നത്. 2023 ശേഷം അത് 7,000 രൂപയായി ഉയർത്തുകയാണ് ഉണ്ടായത്. ഏകദേശം 7 മടങ്ങോളം വർധന. അതേറെ ആശ്വാസമായിരുന്നെങ്കിലും ഇന്നത്തെ ജീവിതാവസ്ഥയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവയോടെല്ലാം പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വേതനവും അതിനനുസരിച്ച് ഉയരേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിക്കുക, 232 രൂപ പ്രതിദിന വേതനമായിട്ട് വാങ്ങിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു 4-അംഗ കുടുംബം ജീവിക്കുക? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2005 ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ഇതൊരു പാർട്ട് ടൈം ജോബ് മാത്രമായിരുന്നു. എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ചും കോവിഡിന്റെയും മറ്റും സമയത്ത്
ആശാ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്വവും ചെയ്യേണ്ട ജോലികളും വളരെയധികം വർദ്ധിച്ചു. എന്നാൽ ഈ മാറ്റം വേതനത്തിൽ പ്രതിഫലിച്ചതുമില്ല. അതുമാത്രമല്ല, ഫുൾ ടൈം ജോബായി ഇത് മാറുകയും ചെയ്തു. ഇൻസെന്റീവ്സും അതുപോലെ തന്നെ ഓണറേറിയവും അല്ലാതെ ശമ്പളമായ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ കഴിയാത്തതിന് കാരണം കേന്ദ്രം ആശാ സ്കീമിനെ വേജസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടതും കേന്ദ്രം തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല ആശാ വർക്കർമാരുടെ ഈ പ്രതിഷേധം, മറിച്ച് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വിഷയത്തിലുള്ള എന്റെ അഭിപ്രായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കണമെന്ന് തന്നെയാണ്. 21,000 രൂപയായി ഉയർത്തിയില്ലെങ്കിലും സ്റ്റേറ്റ് ഫിക്സ് ഓണറേറിയം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ 10,000 രൂപയിലേക്കും അതുപോലെ 2,000 രൂപയിൽ നിന്ന് കേന്ദ്ര വിഹിതം 1,500 രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്താൽ അതൊരു പരിധി വരെ ഈ അമ്മമാർക്കും ചേച്ചിമാർക്കും വലിയൊരു ആശ്വാസമായി തീരും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ നട്ടെല്ലായ ഈ സ്ത്രീകളെ പന്ത് തട്ടുകയല്ല വേണ്ടത്, മറിച്ച് ഒരുമിച്ച് നിന്ന് ഒരു പരിഹാരമാണ് കാണേണ്ടത് എന്നതാണ് മലയാളി സ്ട്രീമിന്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും പുതിയ വാർത്തകൾ മലയാളി സ്ട്രീമിലൂടെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.